അമ്മ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആകുമ്പോൾ മക്കൾക്ക് എത്ര വയസ്സുള്ള കുട്ടികളൊക്കെയാണ്? എന്റെ മൂത്ത ആൾക്ക് 5 വയസ്സുണ്ട്, ഇളയാൾക്ക് 3 വയസ്സ്. അപ്പോൾ അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് മക്കളെ ഇപ്പോഴേ ചെറിയ രീതിയിൽ ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര നിയന്ത്രണം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്റെ മൂത്ത ആളാണ് കൂടുതലും ഞാനുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത്. അവള് സ്കൂളിലൊക്കെ പോയി പറയും എന്റെ അമ്മ ജിമ്മാണ് അങ്ങനെയൊക്കെ പറയും. ടീച്ചേഴ്സൊക്കെ വിളിച്ച് ഇവളിങ്ങനെ സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്നെ വിളിച്ച് പറയാറൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ബിക്കോസ് ദാ സോ ഭയങ്കര എൻ്റെ അമ്മ അങ്ങനെയാണ്, അവർ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് സംസാരിക്കുക. എന്നെക്കുറിച്ച് ആരോട് സംസാരിച്ചാലും എൻ്റെ അമ്മ ഭയങ്കര വലിയ കാര്യത്തിലാണ് കുട്ടികൾ പറയുക. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെയോ? പാരന്റ്സ് എല്ലാം സപ്പോർട്ടീവാണ്, അവരെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ എവിടെയാ ഇപ്പം താമസിക്കുന്നതും ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതും ഒക്കെ? ഞാൻ കൊച്ചിയിലാണുള്ളത്. എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. എൻ്റെ ടീം യു എയിലും നാട്ടിലുമായിട്ടാണുള്ളത്. എൻ്റെ ട്രെയിനേഴ്സും ന്യൂട്രീഷനിസ്റ്റ് എല്ലാം. എൻ്റെ പാരൻസ് ഉള്ളത് ആലപ്പുഴയാണ്. എൻ്റെ കുട്ടികൾ അവരുടെ കൂടെയാണ്. വീക്കെൻഡ്സ് ആണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുക. ഞാൻ ഒന്നെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അവരുടെ കൂടെ പോകും. വീക്കെൻഡ്സ് 2 ദിവസമാണ് ഞാനും കുട്ടികളും ഒരുമിച്ചുണ്ടാവുക. ഓക്കെ. ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനർ ആകണമെന്ന് പറഞ്ഞ് ഇൻസ്പയർഡ് ആയി വരുന്നവരുടെ എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവണമെങ്കിൽ, ഒരു ലേഡി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഫീൽഡിനോടൊരു താല്പര്യം വേണം. അതായത് നമുക്ക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഒരു ചെറിയ കുട്ടിയാണേലും ഒരു പ്രായമായ ആളാണേലും എന്ത് ഹെൽത്ത് ഇഷ്യൂ അല്ലെ എന്ത് കണ്ടീഷൻ ഉള്ള ഒരാളാണേലും അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാനും ഒരു പാഷൻ, ഒരു താല്പര്യം വേണം. പേയ്മെന്റ് അല്ലെ പൈസ അല്ലെ ഒരു റെപ്യൂട്ടേഷൻ അങ്ങനെ മാത്രം എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് ഒരു ക്ലയന്റിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ ഒരു താല്പര്യം വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2, സർട്ടിഫിക്കേഷൻ ജസ്റ്റ് എ പ്രൂഫ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നത് മാത്രം. പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു വെക്കണം, അത് ആവശ്യമാണ്. പേഴ്സണൽ ട്രെയിനറാണ്, നമുക്കിവിടെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇത് രണ്ടുമാണ്, താല്പര്യം വേണം, ഒരു ക്വാളിഫിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. ഒരു പേഴ്സണൽ ട്രെയിനർ അങ്ങനെ ഇത്രയൊക്കെ മതി. ആര്യ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. അപ്പം ഞാനും ഒരു കുറെ ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കുകയാണ്, എൻ്റെ കുറച്ച് ഡൗട്ടുകൾ എന്ന് പറയും. ഇപ്പം സാധാരണ പുരുഷന്മാരാണ്, സ്ത്രീകളും ജിമ്മിൽ പോകാറുണ്ട്. അപ്പം എല്ലാ സ്ത്രീകളും ജിമ്മിൽ പോകുന്നത് അല്ല വീട്ടിൽ നന്നായിട്ട് പണിയെടുത്താൽ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വീട്ടിൽ ജോലി ചെയ്യുന്നതിന് എന്താ പറയാ, വീട്ടിൽ ജോലി ചെയ്യാന്നുള്ളത് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫിസിക്കലി ഒരാൾ ആക്റ്റീവ് ആണ് എന്ന് പറയാം. പക്ഷെ അതൊരിക്കലും നമ്മൾ ജിമ്മിൽ പോയി അല്ലെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇത് രണ്ടും ഒന്നല്ല. ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജനറൽ ആയിട്ട് പറയുവാണേ, ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു കാലറി പറഞ്ഞല്ലോ. അതിൽ ഒന്ന് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. നമ്മുടെ ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. പിന്നെ ഒന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. 1 മണിക്കൂറാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്ന കാലറി. പിന്നെ ഉള്ളത് തേർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അബ്സോർബ് ചെയ്യാനും ബോഡി ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് കാലറി. ഇത് 3 കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നീറ്റ് എന്ന് പറയും. അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. നമ്മളുടെ ബോഡി ബാക്കിയുള്ള സമയം നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അതായത് റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഈ കാറ്റഗറിയിലാണ് വീട്ടിലെ ജോലികൾ ഉൾപ്പെടുക. അവര് ഒരു ദിവസം തുണി കഴുകുന്നു, പാത്രം കഴുകുന്നു, കുട്ടികളെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. യെസ്, കാലറി ബേൺ ചെയ്യുന്നുണ്ട്, ബട്ട് അത് മസിൽസിന് വേണ്ടിയല്ല. വീട്ടില് 24/7 വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആഴ്ചയിൽ ഒരു 3-4 ദിവസം എക്സസൈസ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതായത് മസിൽസിനെ ഫോക്കസ് ചെയ്യുക, അതാണ്. അപ്പൊ വീട്ടിലിരുന്ന് മാത്രം ചെയ്യല്ല, നമുക്ക് ജിമ്മിൽ തന്നെ പോയി വർക്ക്ഔട്ട് ചെയ്താണ് ഏറ്റവും നല്ലത്. നിർബന്ധമില്ല, വീട്ടിലും നമുക്ക് വർക്ക്ഔട്ട്, പക്ഷേ റെസിസ്റ്റൻസ് വെയിറ്റ് ട്രെയിനിങ്. എനിക്കത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ പൊതുവെ ഒരു ധാരണ 60 വയസ്സ് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യണ്ട എന്നൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. പ്രായമായവർക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. പ്രായമായവർക്കും മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും, അവർക്കും അത് ആവശ്യമാണ്. ജിമ്മിൽ പോയി 100 കിലോ പൊക്കണം എന്നല്ല പറയുന്നതിനർത്ഥം. ഒരു മിനിമം റെസിസ്റ്റൻസ് എങ്കിലും, ചെറിയ വെയ്റ്റ്സ്, ചെറിയ റെസിസ്റ്റൻസ് ബാൻഡ് എങ്കിലും യൂസ് ചെയ്യാം. മൊബിലിറ്റി ആക്ടിവിറ്റീസ് ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, യോഗ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി മതി. ഇത് തന്നെ നിർബന്ധമായും ചെയ്യണം എന്ന് പറയില്ല. ആസ് എ ട്രെയിനർ ഞാൻ എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് ഫോക്കസ് ചെയ്യാനേ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്ന എല്ലാ ട്രെയിനിങ് ഫോമിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഏറ്റവും ബെനിഫിറ്റ്സ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനേ പറയുള്ളൂ.
ഇനി നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്രായമായവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മൊബിലിറ്റി റിഹാബ് പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഓക്കെ. ഈ കോവിഡിന് ശേഷം പെൺകുട്ടികൾ കൂടുതൽ ജിമ്മിലേക്ക് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അപ്പം അതെന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? കോവിഡിന് ശേഷം പെൺകുട്ടികൾ മാത്രമല്ല, ഈ പോസ്റ്റ് കോവിഡ് ഈ ഒരു ഇത്രയും നാൾ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് വെയിറ്റ് കൂടി, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന്, ഹെൽത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ, അവരുടെ ഫിറ്റ്നസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട്. പെൺകുട്ടികളെ പോലെ തന്നെയല്ല, ഒരുപാട് പേര്, ആൺകുട്ടികളായാലും വീട്ടിലുള്ള അച്ഛനമ്മമാരായാലും ഒരുപാട് പേര് ജിമ്മിലേക്ക് കോവിഡിന് ശേഷം വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കോവിഡിന് ശേഷം വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പിന്നെ കുറച്ച് നാൾ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേനും അതൊരു അഡിക്ഷൻ ആവും. അത് ഇപ്പോഴത്തെ ഒരു സീസൺ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യം കൂടുതലാണ്, ആക്ടിവിറ്റീസ് താല്പര്യം കൂടുതലാണ്. കോമ്പറ്റീഷൻ ലെവലിലേക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കോവിഡിനൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, 1-2 പേര് ഭയങ്കര സെലക്റ്റീവായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പക്ഷെ ഒരുപാട് പേര് കോമ്പറ്റീഷൻ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷന് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോഴത്തേന് ചിലർ പറയും ഇത് മരുന്നടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ടാണ് ഇങ്ങനെ ആയേ എന്നൊരു ധാരണയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ബോഡി മാൻലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആൺകുട്ടികളുടെ പോലെ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഭയങ്കര മസിൽസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി എനിക്കില്ല. ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ മേ ബി മെഡിസിൻസ് യൂസ് ചെയ്യും. ആ ഒരു സ്റ്റേജിൽ അത് ആവശ്യമാണ്, അത് ആ പ്രൊഫഷൻ്റെ ഭാഗമാണ്. ഞാൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ആ പ്രൊഫഷൻ്റെ ഭാഗമാണ്. ആൺകുട്ടികളെ പോലെ തന്നെ മെഡിസിൻ ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അത്ലറ്റിന് അത് ആവശ്യമാണ്. ആര്യ ആ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് നോക്കിയിട്ടില്ലായിരുന്നു? അപ്പം എനിക്കതൊരു താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് കൂടുതലും എന്താ പറയുക, ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് തോന്നിയിട്ടുള്ളത്. അവർക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ, അല്ലെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവണം, അല്ലെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷന് ഗൈഡൻസ് ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു ബോഡി ബിൽഡർ ആവണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പം നമുക്ക് ഇപ്പോൾ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നത് എനിക്കൊന്ന് റിമി ടോമിയാണെന്ന് തോന്നുന്നല്ലേ? അത് പല പെൺകുട്ടികളുടെ റിമി ടോമി ഒരു പണ്ട് നോക്കിയിരിക്കുന്ന ആ ലുക്കേ അല്ല, ഒരു മേക്ക് ഓവർ തന്നെയാണ്, അതിനേക്കുള്ളൊരു ബോഡി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അപ്പം നമുക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് റിമി ടോമി. ഇപ്പം പൊതുവേ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണല്ലോ. വെയിറ്റ് ലോസിനാണെങ്കിലും എന്താ പറയുക, ലൈപ്പോസിഷൻ, പിന്നെ ഇംപ്ലാന്റ്സ് അല്ലാതെ റിമൂവ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കൂടുതലും സെലിബ്രിറ്റീസിൻ്റെ സൈഡിലെടുത്താൽ നമ്മൾ അങ്ങനെയാണ് കേൾക്കുക, ട്രീറ്റ്മെൻറ്റ് സൈഡാണ്. പക്ഷേ നമുക്കിങ്ങനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്ന, അല്ലെ അവരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ത്രൂ കാണിച്ചിട്ടുള്ള ഒരാളാണ് റിമി ടോമി. ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ആളാണ്. നമ്മൾ അത് ഒരു മാസം 2 മാസം കൊണ്ടല്ല, ഇയേഴ്സ്, കുറേ വർഷങ്ങൾ കൊണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളാണ്. സോ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്.